C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ ഒരു അനാഥയാണെന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഏത് വകുപ്പിലാ നീ അവിടെ ഇടിച്ചു കയറി ചെന്ന് നിന്നത്? അറിയാൻ മേലാത്ത ഒരുത്തൻ വിളക്ക് കൊളുത്താൻ പറഞ്ഞെന്ന് കരുതി അങ്ങ് ചെല്ലുക. വല്ല സാമ്പ്രാണിയും വിട്ട് ജീവിക്കുക, അതാ നല്ലത്. അവിടെ ഡാൻസ് കളിക്കാൻ വന്നിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണങ്ങ് പോയെന്ന് കരുതി ഇവളങ്ങ് ചാടിക്കയറി ചെന്നല്ലേ? ആരാടി ഇവനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? ചെറിയ മോൾ എവിടെയെന്നെങ്കിലും അമ്മയൊന്ന് അന്വേഷിച്ചായിരുന്നോ? അതേ എന്റെ ചോരയാ. അതിലൊരു ചെറിയ കരട് പോലും കിടക്കില്ല. ഭാവിയിൽ ഒരു വലിയ ആളായി തീരാൻ വേണ്ടിയുള്ള ഓട്ടം അവള്. അതിനൊത്തിരി കഷ്ടപ്പെടുന്നുണ്ടേ. ഇവൾ ആർക്ക് ജനിച്ചവളാന്നോ എവിടുന്ന് വന്നെന്നോ ആർക്കറിയാം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? അമ്മേ, സത്യം പറയുമ്പോ എല്ലാവർക്കും കഴിക്കുവടാ. അമ്പലമുറ്റത്ത് കിടന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോഴേ സീതാദേവി ഇറങ്ങുമെന്ന് പാലൂട്ടിട്ടില്ല. നിനക്ക് സഹതാപം തോന്നി. ഇതിന്റെ ഒപ്പം ഒരു എരുമയും കൊണ്ടുവന്നായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ആ എരുമപ്പാലും പിഴിഞ്ഞു കൊടുത്ത ഈ പെങ്കൊച്ചിന് വൈദേഹിന്ന് പേരിട്ട് ഓമനിച്ച് വളർത്തിയത്. നാട്ടുകാർ അന്ന് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലല്ലേ? അതിനുശേഷം നടന്നത് അമ്മയൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. വൈദേഹി വന്നൊരു മാസത്തില് സുലേഖ ഗർഭിണിയായി. 5 വർഷം കുഞ്ഞു ജനിക്കാതിരുന്ന ഞങ്ങൾക്ക് മാധവും ശ്രേയയും ഉണ്ടായി. ഞങ്ങൾക്ക് 2 മക്കളാന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. 3 പേരും ഒരുപോലെ. ഇവള് നിങ്ങളെ അമ്മയെ അച്ഛാന്ന് വിളിച്ചതുകൊണ്ട് മാത്രം അനാഥയല്ലാണ്ടാവുന്നില്ലല്ലോ. അച്ഛമെന്ന് വായടച്ചേ, ദേഷ്യം വരുന്നുണ്ടേ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഒരു കാരണവര് വന്നിരിക്കുന്നു. നാട്ടുകാർക്ക് ആർക്ക് ഇവളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ചേച്ചിയുടെ സമയത്തിന് എത്തിയിരുന്നെങ്കിലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അവൾ എന്താ അങ്ങോട്ട് വരാതിരുന്നേ? അവളെ എന്തിനാ ഇപ്പൊ ഇതിനിടയ്ക്ക് വലിച്ചഴക്കുന്നേ? ആട്ടവും പാട്ടുമായിട്ട് നടക്കുന്ന ഇവളെ അത് നിലക്കി നിർത്ത്. ചേച്ചിയുടെ ഡാൻസ് കണ്ടിരുന്നേലേ അച്ഛമ്മ വായേം പൊളിച്ചിരുന്നു പോയേനെ. ഇത് കേട്ടില്ലേടാ ജാനകി? ഇവന്റെ നാവ് പിഴുതെടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.